ഹലോ ഗെയ്സ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടന്ന ആക്സിഡൻ്റാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ പാതി ഇടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്നാലും ബാക്കിയൊക്കെ വീഡിയോക്കകത്ത് കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. കോട്ടയത്തെ നടക്കിയ ഒരു വൻ ദുരന്തമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 14-ാം വാർഡിലാണ് അതിദാരുണമായി ഈ സംഭവം നടന്നിരിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ഒരു പ്രായമായ സ്ത്രീ മരിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ നിരവധി നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 ഹിറ്റാച്ചികൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ സ്പോട്ടിൽ എത്തിച്ചേർന്ന മണ്ണും അതുപോലെ തന്നെ ഇടിഞ്ഞു വീണ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. സംഭവത്തിൽ ആദ്യം ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അങ്ങോട്ട് പോകാനുള്ള അലൗഡോ കാര്യങ്ങളില്ലായിരുന്നു. നമ്മുടെ ഇന്നലെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഇന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പോലീസിനും ഫയർഫോഴ്സിനും മാത്രമായിരുന്നു അങ്ങോട്ടുള്ള അലൗഡ്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ബാരിക്കേഡൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ സാധിച്ചത്. സംഭവം നടന്ന സമയത്ത് ഞാനും ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഞാൻ 10-ാം വാർഡിലായിരുന്നു. സംഭവം നടന്ന സമയത്ത് ആൾക്കാർ ഓടിപ്പോകുന്നത് കണ്ടിട്ടാണ് ഞാനും പുറകെ പോയത്. അന്നേരമാണ് ഈ ദാരുണമായ സംഭവം നേരിട്ട് കാണാനിടയായത്. അധികം ആൾക്കാർ കെട്ടിടത്തിനകത്ത് ഇല്ലാതെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ഇപ്പോൾ ഇതേണ്ട MLA ചാണ്ടിയമ്മനും അതുപോലെ തന്നെ മാണിസ്യക്കപ്പനും വേണ്ട സംഭവസ്ഥലം സന്ദർശിച്ചിട്ട് അതേണ്ട തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ കാരണം. ഈ ഒരു അപകടം കാണുമ്പോൾ നമുക്ക് അധികമാരും അതിൻ്റെ തില്ലാഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. സംഭവ സ്ഥലത്ത് ഒരാൾ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കാം ഹിറ്റാച്ചിയൊക്കെ ആണെങ്കിലും മണ്ണെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിലും ആൾക്കാർ വന്നു പോയി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട്.